ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: കർമ്മഭൂമി വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം പശ്ചിമ ബംഗാൾ. ഇതിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത വിജയികൾക്കുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: NIPFPയുടെ പുതിയ ചെയർമാൻ. അപ്പോൾ NIPFPയുടെ പുതിയ ചെയർമാൻ ആര് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം ഊർജിത് പട്ടേൽ. മുൻ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ഊർജിത് പട്ടേലാണ് NIPFPയുടെ പുതിയ ചെയർമാൻ. അപ്പോൾ എന്താണ് NIPFP എന്ന് പറഞ്ഞാൽ? NIPFP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയാണ് NIPFP എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പുതിയ ചെയർമാനായിട്ട് ഊർജിത് പട്ടേലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. മുൻ ഫോർമർ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. മുൻ ചെയർമാൻ, ഈ NIPFPയുടെ മുൻ ചെയർമാൻ ആരായിരുന്നു? വിജയ് ലക്ഷ്മൺ കേൽക്കർ. വിജയ് ലക്ഷ്മൺ കേൽക്കർ ആയിരുന്നു മുൻ ചെയർമാൻ. ഇപ്പോൾ പുതിയ ചെയർമാൻ വന്നിരിക്കുന്നു ഊർജിത് പട്ടേൽ. എന്താണ് NIPFP എന്ന് പറഞ്ഞു? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന 3 ദിവസങ്ങളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. വേൾഡ് റെഫ്യൂജി ഡേ എന്ന് പറയുന്നത് എന്താണ്? ലോക അഭയാർത്ഥി ദിനം ജൂൺ 20-നാണ്. അപ്പോൾ UN ആണ് ആചരിക്കുന്നത്. UN പോഷക സംഘടനയായ യുണൈറ്റഡ് നാഷൻ ജനറൽ അസംബ്ലിയാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വേൾഡ് റെഫ്യൂജി ഡേ. അടുത്ത മറ്റൊരു ദിവസമാണ് വേൾഡ് സിക്കിൾ സെൽ ഡേ. വേൾഡ് സിക്കിൾ സെൽ ഡേ ആചരിക്കുന്നത് ജൂൺ 19-നാണ്. അപ്പോൾ വീണ്ടും ഒരു ദിനത്തെ കുറിച്ച് ഇനിയുണ്ട്. ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്ട്സ്, ജൂൺ 19. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്ട്സ്, ജൂൺ 19-നാണ് ആചരിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനവുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൽ വയലൻസുമായി ബന്ധപ്പെട്ടുള്ള ഡേ, ഇന്റർനാഷണൽ ഡേ ആണിത് ജൂൺ 19-ന് ആചരിക്കുന്നത്. ഇനി 5ാമത്തെ ചോദ്യം ഇതാണ്: JSW സിമൻസിന്റെ, അതായത് JSW ഗ്രൂപ്പ്സിന്റെ അതിന്റെ ഒരു ഗ്രൂപ്പാണ് JSW സിമൻസ് എന്ന് പറയുന്നത്. അതിലൊരു പാർട്ണറാണ് JSW സിമൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തിരിക്കുന്ന 2 പേര് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് സൗരവ് ഗാംഗുലിയും മറ്റൊന്ന് സുനിൽ ഛേത്രി. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനും ഇപ്പോഴത്തെ BCCI പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലിയും അതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ സുനിൽ ഛേത്രിയുമാണ് ഈ JSW സിമൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ. അവരുടെ ഒരു പുതിയ ക്യാമ്പയിനാണ് ലീഡർ ചോയ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 2 പേർ. അടുത്ത ചോദ്യം ഇതാണ്: ദേശീയ വായനാ ദിനം എന്നാണ്. ജൂൺ 19-നാണ് വായനാ ദിനം ആചരിക്കുന്നത്. നമുക്കറിയാം ജൂൺ 19-ന് നമ്മൾ വായനാ ദിനം ആചരിച്ചു കഴിഞ്ഞു. വായനയുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ വായനാ ദിനം ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 25ാമത് വാർഷിക ദിനമാണ് ഈ ജൂൺ 19 എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വായനാ ദിനം എന്ന് പറയുന്നത് ജൂൺ 19-ആണ്. വായനയുടെ വളർത്തച്ഛൻ എന്ന് പറയുന്നത് PN പണിക്കരാണ്. അത് പ്രത്യേകം ഓർക്കുക. വായനയുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് PN പണിക്കരാണ്. അടുത്ത ചോദ്യം ഇതാണ്: നീതി ആയോഗിന്റെ CEO ആരാണ്? നിങ്ങൾ വാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നീതി ആയോഗിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അമിതാഭ് കാന്തിന്റെ നേതൃത്വത്തിൽ. CEO എന്ന് പറഞ്ഞാൽ ആരാണ്? അമിതാഭ് കാന്ത്. നീതി ആയോഗിന്റെ CEO എന്ന് പറഞ്ഞാൽ അമിതാഭ് കാന്ത് ആണ്. അപ്പോൾ ചെയർപേഴ്സൺ ആരാണ്? നരേന്ദ്രമോദിയാണ് ചെയർപേഴ്സൺ. അപ്പോൾ നരേന്ദ്രമോദി ചെയർപേഴ്സൺ ആണ്. CEO എന്ന് പറഞ്ഞാൽ അമിതാഭ് കാന്ത് ആണ്. നിങ്ങൾ വാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കാര്യം: അമിതാഭ് കാന്തിന്റെ നേതൃത്വത്തിൽ മടങ്ങിയെത്തി, ഈ COVID-19 പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തി ഇവിടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി ഉത്തരവിടുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം നമ്മൾ ഇവിടെ പറയുന്നത്. നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്ന ആരാണ്? അമിതാഭ് കാന്ത് ആണ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിനെ അറിയപ്പെടുന്നത്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഇതിനെയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ CEO എന്ന് പറയുന്നത് അമിതാഭ് കാന്ത് ആണ്. ഇനി അടുത്ത ചോദ്യം: CSB ബാങ്കിന്റെ
പുതിയ പ്രസിഡന്റ്, അപ്പോൾ CSB ബാങ്കിന് പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പ്രലയ് മൊണ്ടേലാണ്. അദ്ദേഹം മുൻ ആക്സിസ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. ആര്? പ്രലയ് മൊണ്ടൽ. അദ്ദേഹമാണ് ഇപ്പോൾ CSB ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അടുത്ത ചോദ്യം, കിർഗിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ കിർഗിസ്ഥാന്റെ പുതിയ സെൻട്രൽ ഏഷ്യൻ രാജ്യമായ കിർഗിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. കുബത്ബെക് ബോർണോവ് ആണ് പുതിയ പ്രസിഡന്റ്. അപ്പോൾ കിർഗിസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിഷേക് ആണ്. ബിഷേകും അതുപോലെ അവരുടെ കറൻസി എന്ന് പറയുന്നത് കിർഗിസ്ഥാനി സോമാണ് കിർഗിസ്ഥാന്റെ കറൻസി. ഇപ്പോഴത്തെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? കുബത്ബെക് ബോർണോവ്. അതുപോലെ ക്യാപിറ്റൽ ബിഷ്കേക് ആണ് ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 2020 ഇറ്റാലിയൻ ഫുട്ബോൾ കപ്പ് ജേതാക്കൾ ആരാണ്? ഇറ്റാലിയൻ ഫുട്ബോൾ കപ്പ് ജേതാവ് എന്ന് പറയുന്നത് നെപ്പോളിയാണ്. അപ്പോൾ നെപ്പോളിയാണ് 2020 ഇറ്റാലിയൻ ഫുട്ബോൾ കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ടിവിയോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന പുതിയ പദ്ധതി ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതുപോലെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.